പണം സമ്പാദിക്കുന്നുണ്ട് അല്ലെ? പക്ഷെ ഈ പണത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? ഈ പണത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചാൽ ഈ ഒരു പണത്തിന് അതിന്റെ ഒഴുക്ക് തന്നെ നിലച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ ഇല്ലാതെയാകും. ശരിയല്ലേ? നല്ല ഒരു എത്ര രൂപയുടെ ഇൻകം പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ചെറിയ രീതിയിലുള്ള ഇൻകം പ്രൊട്ടക്ഷൻ ആണ് എടുക്കുന്നത്. ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചു കഴിയുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഒന്നിനും മതിയാവുകയുമില്ല. നമുക്ക് എത്ര രൂപയുടെ ഇൻകം പ്രൊട്ടക്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് അറിയാൻ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് ആനുവലായിട്ട് കിട്ടുന്ന ഇൻകം എത്രയാണോ അതിന്റെ ഒരു 15 അല്ലെങ്കിൽ 20 മടങ്ങെങ്കിലും നമുക്ക് ഇൻകം പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി 5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 75 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇൻകം എത്രയാണോ അതിനെ ഒരു 15 അല്ലെങ്കിൽ 20 മടങ്ങാക്കിയിട്ട് ഒന്ന് കണക്കാക്കി നോക്കുക. എത്രയായിരിക്കും നിങ്ങൾ എടുക്കേണ്ടി വരുന്ന ഇൻകം പ്രൊട്ടക്ഷൻ എന്നുള്ളത്. എന്തിന് ഇത്ര വലിയ എമൗണ്ടിന്റെ ഇൻകം പ്രൊട്ടക്ഷൻ വേണം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പോഴുള്ള രീതിയിലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന പല ഡെപ്റ്റുകളും, ചിലപ്പോ വാഹന വായ്പയുണ്ടാകാം, വീടിന്റെ വായ്പയുണ്ടാകാം. ഈ ഒരു ഡെപ്റ്റും അത് ആ ഒരു കടബാധ്യത തീർക്കേണ്ടി വരുന്നത് കുടുംബമാണ്. അപ്പൊ അവർക്കത് ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ ജീവിതത്തിലെ മറ്റു ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം, അവരുടെ മാരേജ് ആവാം, അത്തരമുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ തകർന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു ഇൻകം പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ഇൻകം പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളത്. താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടേക്ക് കെയർ.